ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സി പി സുരൂസ് വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പൈസി മുളക് ബജിയുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. മുളക് ബജി ഉണ്ടാക്കാനായി ഞാനൊരു 6 ബജ്ജി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ഈ മുളക് എടുത്ത് കളയുക. മുളക് ഇങ്ങനെ എടുത്ത് കളയുക. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല എരിവുള്ള മുളകാണിത്. എന്നിട്ട് ഇങ്ങനെ അതെടുത്ത് കളഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ് കലക്കി വെച്ച വെള്ളമാണിത്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാൻ ഇതിലിടെ ബജ്ജി മുളകിൻ്റെ ഒരു ഇത് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൽ മുളകിൻ്റെ ഉള്ളിൽ മസാല ഉരുളക്കിഴങ്ങിൻ്റെ മസാല നിറച്ചെടുത്തിട്ടുള്ളതാണ്. അത് ബജ്ജി മുളകാണ്. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുത്ത് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കാം. ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് പിടിച്ച് വിട്ടാൻ വേണ്ടിയാണ്. ആ ഉരുളക്കിഴങ്ങ് നിറച്ചെടുത്ത ബജ്ജിമുളക് നല്ല ടേസ്റ്റാണ് കഴിക്കുവാനും. എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണേ എൻ്റെ ചാനലിൽ നിന്നും. എന്നാലെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. എല്ലാം ഇതുപോലെ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതിനായി ഒരു കടലമാവിൻ്റെ ഒരു കൂട്ട് തയ്യാറാക്കണം. നമുക്കത് തയ്യാറാക്കാം. ഇതുണ്ടാക്കാനായി ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കടലമാവിട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മൈദ മാവ്. പിന്നീട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ അയമോദകമാണ്, അതിട്ട് കൊടുക്കാം. പിന്നീട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കാം. പിന്നീട് തരിതരിപ്പായി അരിഞ്ഞു വെച്ച മല്ലിയില അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വെള്ളവും ഒഴിച്ചത് കുഴച്ചെടുക്കണം. പിന്നീട് ഒരു 1/4 ടീസ്പൂണാണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വെള്ളവും ഒഴിച്ച് കലക്കിയെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് നമുക്ക് കലക്കിയെടുക്കാം. കലക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ മുറിഞ്ഞ് വീഴുന്ന തരത്തിലാണ് വേണ്ടത്. ദോശ മാവിനേക്കാണെങ്കിൽ കുറച്ച് കട്ടിയിലാണ് എടുക്കേണ്ടത്. എന്നാൽ നമുക്ക് മുളക് ബജ്ജി ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടാക്കാനായി ഒരു കടായി സ്റ്റൗ ചെയ്ത് വെച്ച് അതിലേക്ക് മുളക് മുങ്ങത്തക്ക രീതിയിൽ ആവശ്യത്തിന് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് അവിടെ നിന്ന് ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഓരോ മുളകും നമുക്ക് ഈ മാവിലേക്ക് കുത്തി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇതിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് നമുക്കിത് ഓയിലിൽ ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലാണ് ഞാൻ തീ വെച്ചിട്ടുള്ളത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലെ മുളകിട്ട് കൊടുക്കുമ്പോൾ ഈ മുളകിൻ്റെ ഉള്ളിൽ ഈ മാവിട്ട് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റായിരിക്കും. ഇതുപോലെ ഇട്ട് കൊടുക്കാം. മുളക് ബജിയെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനായി ഒരു തേങ്ങാ ചട്നി തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു
അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3 വെളുത്തുള്ളിയും ഒരു പിഞ്ച് പുളിയാണ്, പുളിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഇത് തേങ്ങാ ചട്നിയുടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം. അതിനായി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും ജീരകവും വറ്റൽമുളകും ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ബജിമുളകും ചട്നിയും ഇവിടെ റെഡിയാണ്. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. സോസിൻ്റെ കൂടെയും ടൊമാറ്റോ ചട്നിയുടെ കൂടെയും തേങ്ങാ ചട്നിയുടെ കൂടെയും എല്ലാം ഇത് മുക്കി കഴിക്കുവാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.